വെണ്ണിലവേ വെണ്ണിലവേ வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாய விளையாட ஜோடி தேவை இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ മുസ്ലിം സുഹൃത്തുക്കൾക്കും റംസാൻ മാസ ആശംസകൾ. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ മുൻപേ തന്നെ വേനൽ സമയം തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്, പ്രത്യേകിച്ച് പാലക്കാട്. അപ്പോൾ ഈ ചൂടിനെ നമ്മൾക്ക് എന്താ പറയുക ഉൾക്കൊള്ളണമെങ്കിലും നമ്മളുടെ ശരീരത്തിന് ചൂട് ഏൽക്കാതിരിക്കാൻ നമ്മൾ അധികം കോട്ടൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കോട്ടൻ്റെ അടിപൊളി അജ്രക് നൈറ്റീസ്. അജ്രക്കിന്റെ നൈറ്റി എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അജ്രക്കിന്റെ നൈറ്റി പ്രിന്റ് വരുന്നതെല്ലാം 4 കളർ മാത്രമേ വരുള്ളൂ. അധികം ഈ റെഡ്, പിന്നെ നേവി ബ്ലൂ, ബ്രൗൺ അങ്ങനെയുള്ള കളറൊക്കെ വരുള്ളൂ. അതിനകത്ത് ഡിസൈൻ വ്യത്യാസമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലിങ്ങനെ ഫ്രില്ല് വെച്ചിട്ട് പണ്ട് അമ്മമാർക്ക് ഈ ഫ്രില്ലിന്റെ നൈറ്റി ഇട്ട് കണ്ടിട്ടില്ലേ, അതുപോലെ സിബ് വെച്ച് ഫ്രില്ല് വെച്ച നൈറ്റിയാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്. ഇത് ഡെമ്മിയിലിട്ട് കാണിച്ചാൽ മാത്രമേ ഇത് ഭംഗിയാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റത്തെ ഒരു നൈറ്റി മാത്രം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. സ്ലീവ് ഇത്ര നീളം സ്ലീവ് വരുന്നുള്ളൂ ഇതിൽ. അപ്പോൾ നമുക്ക് ബാക്കി നൈറ്റിയൊക്കെ കാണാം. അതൊന്നും ഞാൻ ഡെമ്മിയിലിട്ട് കാണിക്കുന്നില്ല. ഇത് തുണി നല്ല തുണിയാണ്. ഈ പ്രിൻ്റൊന്നും പോവാത്ത രീതിയിലുള്ള പ്രിൻ്റാണ്. അജ്രക്കിൻ്റെ നൈറ്റി ഇടുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ഫ്രില്ല് വെച്ച് സിബ് വരുന്ന രീതിയിലാണ് നൈറ്റി ഉള്ളത്. ഇതിന് മുമ്പ് തന്നെ ഞാൻ കുറേ നൈറ്റീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അജ്രക്കിൽ വരുന്നത്. അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസൈൻ ഇല്ലാതെ വെറും സിബ് മാത്രം വെച്ചിട്ട് ഉള്ളതാണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് അടുത്തത്. ആകെ 4 കളറേ വരുന്നുണ്ടെങ്കിലും കാണാൻ നല്ല കളറ്, നല്ല നല്ല കളറാണ് 4 കളറും വരുന്നത്. അതേപോലെ തന്നെ ഇടാനും നല്ല സുഖമാണ്. നല്ല തുണിയാണ്, നല്ല കോട്ടൻ്റെ അജ്രക്കിൻ്റെ തുണിയാണ്. അധികവും റെഡ് കളറിലാണ് വരുന്നത്. ഫ്രീ സൈസാണ്. ഇതപ്പോഴേ ഡെമ്മിയിൽ കാണിച്ചതിന്റെ വേറൊരു കളറാണ്. ഇതിന് ഇവിടെ ഇങ്ങനെ പുല്ല് വരുന്നുണ്ട്, സിബ് വെച്ചതാണ്. ഇത് ഇവിടെ സിബ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇത് സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. ഇതും അതിൻ്റെ തന്നെ വേറെ കളറാണ്. അത്യാവശ്യം നല്ല ഹൈറ്റും നല്ല എന്താ പറയുക ഇപ്പം നല്ല ലെങ്ത്തും വരുന്നതാണ്. ഇതിലിങ്ങനെ 3 കളറാണ്. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ സ്റ്റോൺ വെച്ചതുപോലെ വരുന്നത്. അടുത്തത് സിബ് വെക്കാതെ ഇവിടെ ഇങ്ങനെ ഫ്രില്ല് മാത്രം വെച്ചിട്ട് വരുന്നതാണ്. ഇതിൻ്റെ പേരൊക്കെ എന്തൊക്കെ ഉണ്ട്, പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അധികവും റെഡിലാണ് വരുന്നത്. റെഡിൽ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. എല്ലാം
അജറക്കിൻ്റെ പ്രിന്റ് തന്നെയാണ്. ഇതിന് ഒരേ കട്ടിങ് തന്നെയാണ്. ഒരു റെഡ് കളറിൽ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമായിട്ടുണ്ടാവുക. ഇത് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. വേറെ കളർ ഇതിൻ്റെ ഇടയിൽ ബ്ലാക്കിലൊരു ഇങ്ങനെ ഒരു കോഡിട്ട പോലെ ഒരു പ്രിന്റ് വരുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇത് കുറേ പ്രിന്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ, വേറെ കളർ ഉണ്ടായിരുന്നു, അതെല്ലാം ഇത് കഴിഞ്ഞതാണ്. എല്ലാവരും വിചാരിക്കേണ്ട റെഡ് കളർ മാത്രമേ ഉള്ളൂ. ഇതിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ തുണി നല്ല തുണിയാണ്. ഇതിന് ഏറ്റവും കൂടുതലും പോകുന്നത് അജറക്കിൻ്റെ നൈറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നൈറ്റിയാണ് ഈ അജറക്കിൻ്റെ. പക്ഷെ 4 കളർ മാത്രമേ വരുന്നുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. അതിന് തന്നെ ബ്ലൂ കളർ. ഇത് വേറൊരു ഡിസൈനാണ്, റെഡ് കളറിൽ തന്നെ. ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഇത് നേരത്തെ കാണിച്ചതാണ്. എന്നാലും അതിൻ്റെ ആ ഡിസൈൻ അതിന് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് എല്ലാം അജറക്കിൻ്റെ കാണിക്കുന്നത് കൊണ്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് വെറും സിബ് മാത്രം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സിബ് മാത്രം വെച്ചിട്ടുള്ളൂ. ഇവിടെ ചെറുതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് വന്നിട്ട് അതുപോലത്തെ അല്ല, കുറച്ച് വ്യത്യാസമായ ഡിസൈനാണ് ഇതിലുള്ളത്. അപ്പം ഞാൻ ഓടിച്ച് കാണിക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇതെല്ലാം അജറക്കിൻ്റെ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിൽ വീണ്ടും ഞാൻ കാണിക്കുന്നത്. ഈ ചൂട് സമയത്ത് എന്തുകൊണ്ടും ഇടാൻ പറ്റിയ നൈറ്റിയാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന കാര്യം കൊണ്ടാണ് പറയുന്നത്. നല്ല കോട്ടനുമാണ്, നല്ല നമുക്ക് ഇപ്പോഴത്തെ ചൂടിന് പറ്റിയ ഡ്രസ്സാണ്. ഇത് അപ്പോഴേ കാണിച്ചതിൻ്റെ ഒരു പീസും തന്നെ നടക്കുന്നുണ്ട്. പീസ് കൂടി ഉണ്ട്. ഞാൻ കാണിക്കാൻ മിസ്സായിക്കാന്ന് വെച്ചാൽ നല്ല പ്രിന്റ് അല്ലേ, അത് തന്നെ തന്നെ ഇതും കൂടെ കാണിക്കാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എല്ലാം വലിച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ ആര് മടക്കി വയ്ക്കും? എല്ലാ ഏട്ടനും ചേർന്ന്, ഞാനും ഏട്ടനും ചേർന്ന് മടക്കി വയ്ക്കും. കാരണം ഇത്രയും നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഞാൻ വലിച്ചിട്ടത്. സാധാരണ ഞാൻ കസ്റ്റമറിന് കൂടി ഇത്രയും വലിച്ചിട്ട് കാണിക്കാറില്ല. എല്ലാം ഈ സമാധാനത്തോടെ നമുക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ കോട്ടൻ്റെ നൈറ്റി എടുക്കാൻ എന്താ പറയുക, ഈ വേനൽ സമയത്ത് കോട്ടൻ്റെ നൈറ്റി അധികം ഉപയോഗിക്കുക. വീഡിയോ എടുക്കുന്നതിൻ്റെ ആവേശത്തിൽ ഞാൻ എല്ലാം വലിച്ചിട്ടു. പാവം ഇരുന്ന് മടക്കണം. ഇപ്പോൾ മടക്കുമ്പോൾ ഭയങ്കര ഗൗരവത്തോടെ മടക്കണം എന്നാണ്, അതാണ് ഒന്നും മിണ്ടാതെ മടക്കുന്നത്. എത്ര പാവത്തിനെ പോലെ നിന്ന് മടക്കണം. എന്നെ കൊണ്ടുള്ള ദേഷ്യമാണ് മുഴുവനും വലിച്ചിട്ടതിന്.
മടക്കണം വേണ്ടി ഇത്ര ഗൗരവത്തിൽ മടക്കണം. എനിക്ക് വയ്യ. മടക്കണ്ടേ? മടക്കി എടുത്ത് വെച്ചിട്ട് പോയാലല്ലേ കറക്റ്റാവുള്ളൂ. വേറെ വന്നിരിക്കുന്നു. മഴ വരുന്നതാണ്. ആ സ്ട്രീറ്റിൽ സൗണ്ട് വരുന്നത് കാരണം കൊണ്ട് വീഡിയോയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി കുറവാണെന്ന് വെച്ചാൽ അതാണ് കാരണം. വീട്ടിൽ മഴ വന്നോ? ആ സ്ട്രീറ്റിൽ വെള്ളം വീണ് കണ്ടോളൂ. ചേട്ടൻ മടക്കാൻ പഠിച്ചു. ഇതും കൂടി പഠിച്ചില്ല പറഞ്ഞാലേ ഇനി എന്ത് പറയും? അതെ, എന്ത് പറയും? എന്ത് പറയും? എന്തായാലും മടക്കല്ലേ, വെറുതെ നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടിച്ച് മടക്കട്ടെ. കണ്ടാ എനിക്ക് എന്താ തോന്നണത്? ആദ്യം പോയി പാട്ട് പാടാൻ പറയും പാടില്ല, വലിയ ജാട കാണിക്കുക. എന്തായാലും മടക്കല്ലേ, ഒരു പാട്ട് പാടി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, പാട്ട് പാടണം പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ ഞാൻ പാടിത്തരാം. വെണ്ണിലവേ വെണ്ണിലവേ പാടി. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாய விளையாட ஜோடி தேவை இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை எழுப்பி வைப்போ. കഴിഞ്ഞ പാട്ട് അന്നില്ലേ നിങ്ങൾ പാട്ട് പാടിയില്ലേ? ആ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വേറൊരു വീഡിയോയിൽ പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതേത് പാട്ടായിരുന്നു? പെണ്ണിലവേ വെണ്ണിലവേ പാട്. വെണ്ണിലവേ ആ പാട്ടല്ല, അല്ല പാട്ട് കേട്ട ആൾക്ക് പാട്ട് അല്ല, നിനക്ക് ഓർമ്മയുണ്ടാവേണ്ട ചോദിച്ചാണ്. പിന്നെ നീ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? നമ്മള് കല്യാണം, ഞാൻ ഇപ്പോഴും പറയാം, നമ്മൾ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞതും ചേട്ടാ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുമല്ലോ, എനിക്കൊരു പാട്ട് പാടിത്തരുമോ ചോദിച്ചു. അപ്പടക്കം നിന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ? നിനക്ക് ഏത് പാട്ടാണ് ഇഷ്ടം അത് ഞാൻ പാടിത്തരാന്നാണ് പറഞ്ഞത്. ഇല്ലാണ്ട് എന്റെ ഇഷ്ടപ്പാട്ട് എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ മറക്കുവോ? ഈ വെണ്ണിലവേ വെച്ചിട്ടുള്ള പാട്ട് തന്നെയാണത്. അന്ന് ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ നീ ഒന്ന് പറയുന്നോട്ടെ. വെണ്ണിലവേ വെണ്ണിലവേ அந்த வானத்தை விட்டுட்டு வா நெஞ்சுக்குள்ளே உள்ளதெல்லாம் யாரென்று சொல்லிடவா. ബാക്കി എനിക്ക് അറിയില്ല കേട്ടാ. വെണ്ണിലവേ വെണ്ണിലവേ വാനത്തെ വിട്ടിട്ട് വാ നെഞ്ചുക്കുള്ള ഉള്ളതെല്ലാം കാതില சொல்லிடவா. അങ്ങനെയാണ് പാട്ട്. അതിന്റെ അടുത്ത ലൈൻ എനിക്ക് അറിയില്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് ആ പാട്ടേ പാടിയത്. നല്ല പാട്ടൊന്നും പാടാറില്ലല്ലോ. എനിക്ക് അറിഞ്ഞ പാട്ട് 3 പാട്ടേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് ഏതാണെന്നറിയാം? സോറിയില്ലേ, ഞാൻ എന്റെ ദേവതേ. അടുത്തത് പ്രിയമാന തോഴി. പ്രിയമാന തോഴി എന്ത് പാട്ട്? എന്ത് പ്രിയമാന തോഴി പറഞ്ഞിട്ട് മറ്റൊരു പടം ഉണ്ടല്ലോ മാധവന്റെ, ആ പടത്തില് ഒരു പാട്ടില്ലേ, ഏത് പാട്ടാണത്? മാൻ കുട്ടിയേ ഉള്ളിമാൻ കുട്ടിയേ, ആ പാട്ട്. പിന്നെ അതിൽ തന്നെ ഒരു കാற்றே പൂങ്കാற்றே ഒരു കവിത சொல்வாயா, ആ പാട്ട്. അതന്നെ ഏകദേശം ആ ട്രെയിനിൽ വരുന്നത്. അതേപോലെ എന്ത് എന്താണ് സൂര്യവംശത്തിലെ പാട്ട്. സൂര്യവംശത്തില് റോസാപ്പൂ ചിന്ന റോസാപ്പൂ. അതായത് എല്ലാവർക്കും എല്ലാ പാട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ പാട്ടാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല. നിങ്ങള് വയസ്സായ ആളല്ലേ, അപ്പൊ അങ്ങനെയുള്ള പാട്ടൊക്കെ അത് സ്വാഭാവികം. വയസ്സായ ആൾക്കാർക്ക് എപ്പോഴും ഈ വയസ്സായ ആളുകളുടെ പാട്ടൊക്കെ പറ്റുള്ളൂ. ഒരു ജീവൻ,
അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ പണ്ട് ഏറ്റവും പഴയ പാട്ടാണ്, പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടവുമാണ്. അത് ഏത് പാട്ടാണ് പറയട്ടെ? നിങ്ങൾക്കറിയോ? ഏറ്റവും പഴയ ആ, അത് ഞാൻ പാടിയപ്പോഴല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞത്. സത്യമായിട്ടും. പക്ഷെ അതിനുശേഷം എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. 2-3 പാട്ട് അങ്ങനത്തെ ഇഷ്ടമാണ്. അതിലൊരു പാട്ട് ഏറ്റവും പഴയത്. ആ പാട്ട് വന്നിട്ട് ശിവാജി ഗണേശന്റെ പാട്ടാണ്. ശിവാജി ഗണേശനും അതായത് നമ്മുടെ മറ്റേ ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ കേട്ടോ, മോഹൻലാൽ സാറിന്റെ ലാലേട്ടന്റെ അമ്മായച്ചനില്ലേ, അമ്മായച്ചനും കൂടി ചേർന്ന് അഭിനയിച്ച പാട്ടുണ്ട്. ഏത് പാട്ടറിയോ? എനിക്കറിയാലോ, എനിക്ക് ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ പറയും. എന്താണ് പാട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒന്നൊன்று കണ്ടേ പെണ്ണങ്ക് இல்லை என்னென்று நான் சொல்லலாகுமா ஏனென்று நான் சொல்ல வேண்டுமா ஒன்று കണ്ടേൻ മുഖം കാണവിல்லை. അങ്ങനെ ഇതേവാണ് പാടിയ പാട്ടാണ്. പക്ഷെ അതൊക്കെ ലൈനൊക്കെ പിടിച്ചു പറഞ്ഞ കപ്പുന്ന എനിക്ക് ലൈനൊക്കെ ഓർമ്മ വരും. നിങ്ങൾ പാടിയിട്ടാണ് ആ പാട്ടേ എനിക്ക് അറിയുന്നത്. ഈ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. അതേപോലെ നിങ്ങൾ കുടുവിനൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തില്ലേ? മീനനെ വർണ്ണിച്ചിട്ട് ഒരു ശില്പം ഉണ്ടാക്കില്ലേ? ആ, അതേതാണ്? மூக்கு செஞ்ச மண்ணு அது மூணாறு, பல்லு செஞ்ச மண்ணு அது தேனூரு, കാല് സെഞ്ച മണ്ണ് അത് വരും പാട്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞ ഒരു പാട്ട് അറിയില്ല. എല്ലാ പാട്ടിനും മനപ്പാടായിട്ട് വെക്കണം പറഞ്ഞാൽ നടക്കുവോ? അല്ല, ഇതൊക്കെ നിങ്ങൾ കുടുവിനെ കൊണ്ട് പറഞ്ഞാൽ നിങ്ങളൊക്കെ നന്നായി പാടുമല്ലോ ഈ പാട്ട്. കുടുക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് നമ്മളിത് മനസ്സിൻ്റെ ഉള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ ആ ലൈനുകൾ ഓർമ്മയുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് ഏത് പാട്ട് നന്നായിട്ട് ഓർമ്മയുള്ള പാട്ട്? തേനാറ്റം കരയിൽ ദൈവീക കുരലിൽ ഇത് 2 വരി പാടിയിട്ട് അങ്ങനെയൊക്കെ വരും എന്ന് പറയല്ലേ? ഒരു പാട്ടിസൈത്തേൻ ദിനം തോറും ഇരവിൽ നടുജാമം വരയിൽ நான் தானே அதை கேட்டிருந்தேன். அரங்கேற்றம் தான் ஆகாமல் தான் அலைப்பாயும் என் ஜீவன் தான். மாது மீது எப்போது மோகம் வாயாதோ சொல் பூங்குயிலே. குருவாயூரப்பா நான் கொண்ட காதலுக்கு நீதானே சாட்சி. ராதை உனக்கு சொன்ன வேதம் என்ன? நான் போகும் பாதை എന്നാലും പാதை. അതാണ് പാട്ട്. കേട്ടാ, ഈ ഗുരുവായൂരപ്പ തമിഴ് പാട്ടല്ലേ, ഇത് പാടണില്ലേ? അതേപോലെ മലയാളത്തിലൊരു ഗുരുവായൂരപ്പൻ്റെ പാട്ട് പാടി. ഗുരുവായൂരപ്പൻ്റെ പാട്ട് SPB സാറ് തമിഴില് അല്ല മലയാളത്തില് ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ട് പാടിയതാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാട്ട് ഞാൻ പാടിയിട്ടുണ്ടാവും. മലയാളത്തില് SPB സാറ് പാടിയതാണെന്ന് പറഞ്ഞാൽ അല്ലാത്ത പാട്ടൊന്നും അറിയില്ലേ? ഇതേപോലെ അല്ല, ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിഗാനം വരെ എല്ലാം അധികവും പ്രേമവും ടച്ചായിട്ടുള്ള പാട്ടുകളാണ്. എനിക്ക് മറ്റേ എന്താ പറയാ, 5 പേര് കൂടി ചേർന്ന് അമ്പലത്തിൽ വന്നിട്ട് സ്റ്റേജ് പ്രോഗ്രാമിൽ പാടില്ലേ ആ പാട്ട്? രാധാതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അതല്ലേ ഗീതത്തോടാണോ? അങ്ങനെ പിന്നെ എനിക്ക് കസ്റ്റമർ വന്നിട്ട് ഇടയിൽ കയറുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ വന്ന് കയറുമല്ലോ, ബാബു இந்த പാട്ട് കേട്ടിരിക്കടാ നീ ചോദിക്കും. അപ്പൊ ഏതാ നീ പാട്ട് ചോദിച്ചാലേ இந்த പാട്ട് നീ കേട്ടിരിക്കിയ പിന്നെ മേലെ മേലെ മാമലയിന്നാ മാല മാല മാമലയിൽ നീല നീല മാമലയിൽ പറഞ്ഞിട്ട് അയ്യപ്പന്റെ പാട്ട് അറിയില്ല. അങ്ങനെ പാടും. അങ്ങകലെ മലമേലെ അതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ നീല നീല മാമലയിൽ ഞാൻ കേട്ടിട്ടില്ല. നീല മാമലയിൽ പറഞ്ഞിട്ടൊരു പാട്ട് പാപം അത് കേട്ട് പറയാന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഞാനത് നീ കേട്ടിട്ടില്ല, കേട്ടിട്ട് സ്വാമിയെ പാട്ട് പാടിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് സംഭവം.
എന്താണ് നേരത്തെ കുളിച്ചിട്ട് പൊന്നോ പാട്ട് പാടിയിട്ടാണ് അതാ ഡ്രസ്സ് മടക്കിയിട്ടാ. ഡ്രസ് മടക്കിയിട്ട് നീ ഇത്ര സ്പീഡാക്കി കൊണ്ടുട്ടോ. ശരി, ഇത്രയും നീ പറയണല്ലേ. മലയാളത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടും. പറയ്. ഞാനല്ലെങ്കിലും പാട്ട് പറയാണല്ലോ ചെയ്യല്ലേ. അങ്ങനെയല്ല, എനിക്ക് വേണ്ടി ഒരു കഷ്ടമുള്ള പാട്ടാട്ടാ ഈ പാട്ടിന്റെ 2-4 ലൈൻ പാടി പറഞ്ഞു വെച്ചാ നിങ്ങളെ സമ്മതിച്ചു പറഞ്ഞ ആളാണ് നീ. എന്നിട്ട് ഞാൻ എനിക്ക് ആ പാട്ടും പാടി തന്നിട്ടുണ്ട്. ഞാൻ പാട്ട് പാടാം. ഞാൻ പാട്ട് പാടി നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഞാൻ പാട്ട് പാടിയാ നിങ്ങക്ക് സംഗതി പോകും, ട്യൂണ് പോകും, ലയം പോകും, താളം പോകും. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ ചേട്ടാ, നിങ്ങൾ തമിഴ് പാട്ട് പാടണം. ഒരു ഗായകൻ പറഞ്ഞു വെച്ചാൽ എല്ലാ പാട്ടും പാടണം. അപ്പൊ നിങ്ങൾ ഒരു ഇത്രയും തമിഴ് ഒരു മലയാള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പാട്ട് പറയാം, ആ പാട്ട് നിങ്ങളൊന്ന് പാടി കാണിച്ചു തരുന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നീ ചാലഞ്ച് ചെയ്താളാണ്. ആ പാട്ട് ഞാൻ പാടി തന്നിട്ട് ഓർമ്മയില്ല എനിക്ക്. ഏത് പാട്ട്? താങ്കിണക്ക് തില്ലത്തില്ല, അതല്ലേ ആ പാട്ട് ഞാൻ പാടാനാ. ആ പാട്ടിന്റെ അല്ല ഇത് തെറ്റുണ്ട്, നീ പറഞ്ഞാലും കൂടി മതി. ആ പാട്ടല്ല, ഞാൻ വേണമെങ്കിൽ ഒരു നല്ല പാട്ട് പാടാം. നല്ല പാട്ടൊന്ന് പാടുന്ന പാട്ട്. അല്ല, നല്ല എല്ലാ മലയാളം പാട്ടും നല്ലതാണ്, എല്ലാ പാട്ടും നല്ലതാണ്. പക്ഷെ എന്നെ കൊണ്ട് ഏറ്റവും ആ പൊന്തുന്ന പാട്ട് പാടുന്നതല്ലേ നല്ലത്. ഞാൻ ഈ നെറ്റ് മടക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചാണ്. പൊന്നാ, വലിയ പാട്ട് പാട് പറഞ്ഞില്ലേ. ശരി, നീ ഒരു പാട്ട് പാട്. അതായത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നീ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണ്. പാടുന്നോട്ടെ. എനിക്ക് നല്ല മലയാളികൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. ദൈവമേ, ആ പാട്ട് പാടി എന്നെ കൊണ്ട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പാടിയിട്ടുള്ള ഏട്ടനെ പോലെ എല്ലാം പാട്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പാടുന്നൊന്നുമല്ല. അതുകൊണ്ട് മോഹം കൊണ്ട് ഞാൻ നിന്നുള്ള പാട്ടില്ലേ, ആ പാട്ട് എല്ലാ മലയാളികൾക്കും നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടമാണ്. ശരി, നീ പാട്. അതിന്റെ 4 വരി. എത്ര വരി? 4 വരി. ഫ്ലൈറ്റ് പാട്. ശരി, പാട്. അതായത് നീ പാട്ട് പാടുന്നത് കേട്ട് പറഞ്ഞു വെച്ചാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ തന്നെ സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ നീ വീഡിയോക്ക് പാടിയാൽ മതി എന്ന് പറയണം. അങ്ങനെ പറയാ, അതാണ് അതിന്റെ ഒരു ഇത്. മനസ്സിലായില്ലേ? നോക്കിട്ടാ. ശരി, പാടും. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തന മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങു മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും ഈ പാട്ട് പാടിയില്ലേ, ഈ പാട്ട് എന്തായാലും ആൾക്കാർ ചോദിക്കട്ടോ, കമൻസിൽ ചോദിക്കും. ശരി, വേഗം മടക്ക്, സമയമായി പോണ്ടേ. ഞാൻ അതും മടക്കിയിട്ടുണ്ടാവും. ശരി, പാവം എന്ന് പറഞ്ഞിട്ട് നീ തന്നെ മടക്ക് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി.
എല്ലാരും പാവം പറഞ്ഞിട്ട് മടക്കാനല്ലേ വെക്കുക. ഞാനാണ്ടി പാവം പറഞ്ഞത്. പാവന്നല്ലേ ഞാനാണ് പറയേണ്ടത്. അയ്യോ പാവം. വായിച്ച ഒരു പാട്ടേ ഉള്ളൂ, ഒരു പാട്ടേ ഉള്ളൂ. ശരി, ഒരു പാട്ട് എന്നോടും കൂടെ പാടിവിട്. നമുക്ക് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടിയല്ലോ ലാസ്റ്റ്. ഏത് പാട്ട്? ശരി, ഞാൻ എനിക്ക് ഒരു തമിഴ് പാട്ട് പാടി തന്നില്ലേ? ആ പാട്ടൊക്കെ എനിക്ക് കുറെ. ശരി, തമിഴ് പാട്ട് ഇത്ര എനിക്ക് ഒരു മലയാള പാട്ടൊക്കെ ഞാൻ പാടി തന്നിട്ടുണ്ട്. മാമനെ ഉന്നെ കാണാമ മത്തിയിൽ സോറും പൊങ്കാമ പാവിനാൻ പരുത്തിനാര പോണേനി കാകന്താൻ കത്തി പോണാലും കഥകുതാൻ സത്തം പോട്ടാലും ഓമുഖം പാക്ക ഓടി വந்தேனே ஒத்தையில் ஓடக்கரையோரம் கத்தியே உன் பேர் சொன்னேனே, ஒத்தையில் ஓடும் ரயிலோரும் கத்தியே உன் பேர் சொன்னேனே, அந்த ரயில் தூரம் போனதும் நேரம் ஆனதும் கண்ணீர் விட்டேனே. முத்து மாமா என்னை விட்டு போகாதே, இந்த ஒத்த உசுறு போனா மீண்டும் வாராதே. ஆத்தங்கார அரசமலையிலே ആലമര കിളയേ അതിൽ ഉറങ്ങും കിടിയേ. ഓക്കെ, സൂപ്പറായിട്ട് കേട്ടോ പാട്ട്. അപ്പോൾ ഞങ്ങള് നെയ്റ്റിയുടെ വീഡിയോ കാണിക്കാനായിരുന്നു വന്നത് തന്നെ. പിന്നെ വെറുതെ നമുക്ക് നെയ്റ്റി മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ നെയ്റ്റി ഒന്നും ബോറടിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനിടയിൽ കുറച്ച് പാട്ടും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും നെയ്റ്റി ഇഷ്ടപ്പെടുകയാണെങ്കിലും കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ട് ചെയ്യണോളി. ബൈ. ബൈ.